ഹായ് എന്റെ മളെ കുഞ്ഞാമിന ഇത് നീച്ചിട്ടൊന്നുമില്ലേ? ഇന്ന് പെരുന്നാളാണല്ലേ, ബോധം നീ പെണ്ണിനില്ലേനാവോ? കുഞ്ഞാമിന, എടി കുഞ്ഞാമിന, അനക്ക് നീച്ചൊന്നും വേണ്ടേ? ഇന്ന് പെരുന്നാളാണ്. ഹായ് ഇഞ്ചടാ, എന്താ ഓളെ കൂർക്കം വലി? ഹായ് ഇഞ്ചമ്മേ, എന്താപ്പത് ഇത്ര വേഗം നേരം വെട്ടോ? ഇവിടെ കടന്നിട്ടല്ലേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നീച്ചു പോന്നോ. പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ ഓരോരുത്തർ കുട്ടികളൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഇത് പല്ലും തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല എന്നെ കണ്ടിട്ട് ഓല് പിരാന്തടിച്ചിട്ട് പോവുകയും ചെയ്യും. ഞാൻ പോവാണ്, ഇത് നീച്ചിട്ടുണ്ടെങ്കിൽ നീച്ചോ. ഹായ് ഇമ്മച്ചി, ഇവിടെ നിക്കി പോലി. എന്തിയെ, എന്താ എനിക്ക് വേണ്ട? അല്ല ഇമ്മച്ചിയെ, എനിക്ക് തോന്നാനാവട്ടോ, നിങ്ങളെ കാണാൻ നല്ല ചുരുക്കുണ്ടല്ലോ. എനിക്ക് തോന്നുന്നാവൂല, ഇന്നെ കാണാൻ പണ്ടെന്നെ ചുരുക്കല്ലേ. ഞാൻ വെറുതെ അറിഞ്ഞതാ അമ്മച്ചിനെ ഒന്ന് സുഖിക്കാൻ വേണ്ടിട്ട്, പെരുന്നാളൊക്കെ അല്ലേ. ഈ ഇന്നെ സുഖിപ്പിച്ചൊന്നും വേണ്ട. എനക്ക് വേണമെന്നുണ്ടെങ്കിലേ പല്ലേച്ച് വേഗം കുളിച്ച് മാറ്റി റെഡിയാവാൻ നോക്കിക്കോ. ആയിക്കോട്ടെ അമ്മച്ചേ, ഞാൻ വേറെ റെഡി ആയിക്കോളാം. അതിന്റെ റബ്ബേ, ഇന്ന് പെരുന്നാളാണ്, നല്ല രസമുണ്ടാവും, നല്ലോണം എൻജോയ് ചെയ്യണം. ആ മീനുട്ടി ദേവുട്ടി നീച്ചിക്കണോന്നാവോ? ഓരോരുത്തർക്കൊന്ന് പോയി നോക്കിയാലോ? ഓലൊക്കെ ചിലപ്പോ രാവിലെ തന്നെ നീച്ച് റെഡി ആയിട്ടുണ്ടാവും. ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ ബിരിയാണി തിന്നാൻ വേണ്ടിട്ട്. ഓല് കുറച്ച് കഴിയുമ്പത്തിന് തന്നെ ഇങ്ങോട്ട് എത്തുവക്കാരം. വേഗം കുളിച്ച് റെഡിയാവാം. ഹായ്, ചിക്കൻ ബിരിയാണിന്റെ മണന്റെ മൂക്ക് കടിച്ച് വീസണുണ്ട്. നല്ലോണം ഒരു പൊടി പിടിച്ചണം. അല്ല നീലാണ്ടി, മീനുട്ടിയും ദേവുട്ടിയൊക്കെ എവിടെ? ഇന്നോട് നേരത്തെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാണല്ലോ രാവിലെ തന്നെ. എന്നിട്ട് ഓര് രണ്ടാളും എവിടെ? അവരവിടെ ഉണ്ട്. അവരുടെ കാര്യമൊന്നും പറയണ്ട. അവർ കിടക്കപ്പായി തന്നെ നീച്ചിട്ടില്ല. നീച്ചിട്ടില്ലെന്നോ? ഞാൻ രാവിലെ മാറ്റി റെഡിയായി ഇങ്ങോട്ട് പോന്നതാണ്. അവരെ ഞാൻ കാണിച്ചു കൊടുക്കാം. അവർ ഇന്നലെ രാത്രി നേരത്തെ നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കടന്നത്. ഇപ്പം ഞാൻ കുറേ നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർ നീച്ചിട്ടില്ല. അതെങ്ങനെ ശരിയാവും? കുഞ്ഞാമിനിപ്പോ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേക്കാരം. ബിരിയാണി തിന്നാൻ പോണ്ടേ? ഇന്ന് പെരുന്നാളാണെന്ന് അവർക്കൊക്കെ അറിയാം. പക്ഷെ അവർ കിടക്കുകയാണ്, അവർ നീച്ചിട്ടില്ല. ഇനി നീ പോയി ഒന്ന് വിളിച്ചു നോക്ക്. ഓ, നേരം വെളുത്തോ? എന്റെ ദൈവമേ, ഇത്ര വേഗോ? ഇന്ന് പെരുന്നാളല്ലേ, കുഞ്ഞാമിന്റെ വീട്ടിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാകും. ഈ ചേച്ചിക്ക് ഒരു ബോധമല്ലാതെ കിടക്കണണ്ടില്ലേ? എടി ചേച്ചി, എടി ചേച്ചി എണീക്ക്. എന്താടി, നീ എന്നെ ഉറക്കാൻ സമ്മതിക്കില്ലേ? നിനക്ക് എന്താ വേണ്ടത്? രാവിലെ ആയ അവള് തുടങ്ങും ചേച്ചി 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 പറഞ്ഞുകൊണ്ട്. മനുഷ്യരൊന്നും ഉറങ്ങാനും സമ്മതിക്കാതെ. നീ അവിടെ കിടന്നുറങ്ങിക്കോ. ഞാനേ ഒരു സ്ഥലം വരെ പോവാണ്. നിനക്ക് ഇന്നലെ വല്ലതും ഓർമ്മ ഉണ്ടായിരുന്നോ? ഇന്നലെ കിടന്നപ്പോ? ഇന്ന് പെരുന്നാളാണ്, അത് ചേച്ചിക്ക് വല്ല ഓർമ്മയുണ്ടോ? ഒരു ബോധമില്ലാതെ കൂർക്കം വലിച്ചിട്ട് കടന്നുറങ്ങും. അയ്യോ എന്റെ ദൈവമേ, ഇന്ന് പെരുന്നാളല്ലേ, കുഞ്ഞാമിനെ ബിരിയാണി വെച്ച് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. നമുക്ക് പോണ്ടേ? നേരത്തെ നീച്ച് പോകണമെന്നൊക്കെ കരുതിയതായിരുന്നു. ചേച്ചിന്റെ കൂർക്കവലി കേട്ടിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഇന്ന് രാവിലെ പുലർച്ചെയാണെന്ന് ഉറങ്ങിയത്. എന്നിട്ട് നീച്ചിട്ട് ചേച്ചിനെ വിളിച്ചപ്പോ ചേച്ചി ഉറങ്ങാൻ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയാം. വേണമെന്നുണ്ടെങ്കിൽ നീച്ച് പോന്നോ, ഞാൻ ആദ്യം ബാത്റൂമിൽ കയറി കുളിക്കും. അമ്പടി കുളിച്ചു, ഞാൻ ആദ്യം കുളിക്കും. ഞാൻ ഇന്നലെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചതാ ആദ്യം ബാത്റൂമിൽ എനിക്കാണെന്ന്. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാനാണ് ആദ്യം നീച്ചത്, അപ്പൊ എനിക്ക് വേണം ആദ്യത്തെ ബാത്റൂം. എനിക്ക് തോന്നി നിങ്ങൾ രണ്ടാളും കൂടെ കടന്ന് തല്ലൂടിയേക്കാരെന്ന്. നിങ്ങൾക്ക് ഏതായാലും എന്നല്ലേ എന്നും പണി, രണ്ടാക്കും ഓരോന്ന് പറഞ്ഞ് തല്ലൂടുക. നേരം പോണത് അറിയണില്ല. വേഗം നീച്ച് ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരും. വേഗം മാറ്റിയിട്ട് കുഞ്ഞാമിന്റെ വീട്ടിൽ പോണ്ടേ? രണ്ടിനും ഒരു ഉത്തരവാദിത്തമല്ല, രണ്ടും ബോധമല്ലാതെ കടന്നുറങ്ങും. അപ്പൂസേ, നീ എപ്പോഴാ വന്നേ? ഓ, നീയൊക്കെ മാറ്റി റെഡിയായി വേഗം വന്നില്ലേ? ഞങ്ങളിപ്പോഴെ കടക്കപ്പായി തന്നെ നീച്ചിട്ടില്ല. എടാ, ഒരു 5 മിനിറ്റ്, ഞങ്ങൾ വേഗം നീച്ചുകാണ്ട് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യൊക്കെ ചെയ്യാം. നിങ്ങളെ വെയിറ്റ് ചെയ്യലെന്നല്ലേ എല്ലാ ദിവസവും എന്റെ പണി. എടാ അപ്പൂസേ, ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തോടാ. ഇല്ല, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളൂ. രണ്ടുമാടെ കുളിക്കാൻ കയറിയാണ്ടല്ലോ 1 മണിക്കൂർ 1.5 മണിക്കൂർ പിടിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേഗം കുളിച്ചോണ്ട് ഇറങ്ങിക്കാണ്. ശരിക്കും ഞങ്ങൾ കുളിച്ചുമ്പത്തിന് കുറെ നേരം പിടിച്ചു. ബെഡായി വീട്ടിലൊക്കെ ഇനി രണ്ടാളും നിർത്തിക്കളി. നിങ്ങൾ വേഗം പോരി, കുഞ്ഞാമിനെ നമ്മളെ കാത്തൊക്കെണ്ടാവും. കുഞ്ഞാമിന, ഈദും പാറ കുഞ്ഞാമിന. ഈദും പാറ ഈദും പാറ. കുഞ്ഞാമിന, ഞങ്ങൾ വൈകിപ്പോയോ? വൈകിട്ടൊന്നുമില്ല, ഞാനാണെങ്കിൽ ഉറക്കത്തിൽപ്പെട്ടു. ഉമ്മച്ചിപ്പ എന്നെ വിളിച്ച് നീപ്പിച്ചിട്ടുള്ളൂ. വൈകിപ്പോയോന്ന്? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോന്നിക്കണു. ഞാൻ വന്നോക്കുമ്പോ എവിറ്റേ രണ്ടും കെട്ടിലമ്മ കിടന്നിട്ട് രണ്ട് പൊരിഞ്ഞടിയാ. നീച്ച് കുളിച്ചേണ്ടതോ പല്ലേ കണ്ടതോ ഒന്നും അവർക്കൊരു ചിന്തയില്ല. ഇങ്ങോട്ട് പോരണ്ടോ അത് അപ്പടി മറന്നിക്കണു രണ്ടാളും. അപ്പൂസിനോട് വരാൻ പറഞ്ഞ അപ്പൂസ് കറക്റ്റ് ആയിട്ട് ആ ടൈമിന് തന്നെ എത്തും. അതിന് പിന്നെ ഒരു മാറ്റമില്ല. പഞ്ച്വാലിറ്റി അതെനിക്ക് മസ്റ്റാ. അതിന് എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലാത്ത സാധനം അതന്നെ. ഏതായാലും നിങ്ങൾ വന്നല്ലോ, നിങ്ങൾ വരി.
നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തു തരാം.